നമസ്കാരം. അതിജീവനത്തിന്റെ വലിയൊരു കഥ പറയാനുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ. അതായത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം മ്യൂസിയത്തിലുള്ള 2 സിംഹങ്ങൾ, അവർക്കുണ്ടായ 2 മക്കൾ, അവരുടെ ഭക്ഷണം അവർ കൃത്യമായിട്ട് എടുക്കുന്നില്ല, അവരുടെ ജീവൻ ആപത്തിലാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ ആ വാർത്ത വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ സംരക്ഷണത്തിന് ഈ സൂവിലുള്ള പ്രവർത്തിക്കുന്ന അധികൃതർ ഒന്നടങ്കം ഒറ്റക്കൈയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് കണ്ടത്. നമ്മൾ അന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ലിയോ, നൈല എന്ന് പറയുന്ന സിംഹക്കുട്ടികളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നുവെങ്കിൽ പോലും അവരെ പരിപാലിക്കുന്ന രീതികൾ നമ്മൾ കണ്ടു. അന്ന് അതായത് ഈ കുട്ടികൾ പിറന്ന് 2-ാം ദിവസം മുതൽ ആ കുട്ടികളുടെ പരിപാലനമൊക്കെ ഏറ്റെടുക്കുന്നത് കൂട്ടത്തിലുള്ള ഒരാൾ അനിൽ തന്നെയാണ്. ചേട്ടാ, ഈ പറയുന്ന കുറെ ആളുകൾ ചേട്ടനെ അനുമോദിക്കുന്നത് അടക്കം കണ്ടു. അതായത് ഈ കുഞ്ഞുങ്ങളുടെ 2-ാമത്തെ ദിവസം മുതൽ ഒപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില? ഇപ്പോഴത്തെ ആരോഗ്യനില ഏകദേശം നല്ല ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ കാട്ടി. കാരണം ഇവർക്ക് ജനിച്ചപ്പോഴേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ നല്ല മാറി അത്യാവശ്യം ഹെൽത്തിയാണ് അവർ. നമ്മള് മുന്നിലെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇവര് ജീവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇവരെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ആദ്യ ദിവസം ഈ കുഞ്ഞുങ്ങളെ കാണാൻ വന്നപ്പോൾ ചേട്ടനെ കണ്ടിരുന്നു. അന്ന് കണ്ട ചേട്ടന്റെ മുഖത്തിൽ നിന്ന് ഇന്നൊരു സന്തോഷം ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? റിയാക്ഷൻ എന്ന് പറയുന്നത് അവര് വളർന്നു വരുന്നത് കൊണ്ട് അവർ ബെറ്റർ, ഹെൽത്ത് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അവര് ഇപ്പം കുറച്ച് കുട്ടികളല്ലേ, ഇപ്പം കുട്ടികളെ രീതിക്കുള്ള കളികളൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ പല്ലൊക്കെ ഏകദേശം പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടുണ്ട്, നഖവും അതുപോലെ വളർന്നു കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ അടുത്ത് കളിച്ചിരുന്നാലും പിടിച്ചാലൊക്കെ നമുക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമ്മുടെ അടുത്ത് അവർക്ക് സ്നേഹമാണ് കുട്ടിത്തം, അത് വിട്ട് മാറത്തില്ല. ഇനി ഇതെല്ലാം മാറി വരണമെങ്കിൽ 1-2 വർഷം എടുക്കുമ്പോഴേ അവരെ കളികളൊക്കെ മാറിയിട്ട് കുറഞ്ഞിട്ട് അവർ മെച്ചൂരിലോട്ട് വരും. മെച്ചൂരിലോട്ട് വരുമ്പോഴേ സിംഹത്തിന്റെ ഗൗരവത്തിലേക്ക് അവരെത്തി. ഇപ്പം കുട്ടികളെ പോലെ തന്നെയാണ് അവര്, വളരെ എപ്പോഴും കളിയാണ് നമ്മുടെ കൂട്ടത്തൊക്കെ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ പ്രതിസന്ധികളെ തരണം ചെയ്തു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാലോ. ആ ഒരു സമയം ചേട്ടൻ ആലോചിക്കുമ്പോ എങ്ങനെയുണ്ട്? ആ ഒരു സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ചൊരു സമയമായിരുന്നു നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം ഡേ മാത്രമല്ല നൈറ്റും മറ്റേ അതുപോലെ തന്നെയാണ് ഫീമെയിൽ ഇടയ്ക്ക് വെച്ചിട്ട് തീരെ അവശതയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രക്ഷപ്പെടുമോ എന്ന് പോലും ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതത്രയും ഫുൾ ടൈം അതിന്റെ കൂട്ടത്താണ് 1 മണിക്കൂർ നോക്കി, രാത്രി പോലും ഉറക്കമില്ലാതെ മെഡിസിൻ കൊടുക്കുക, അതിന്റെ കൂട്ടത്തിരുന്ന് അത്രയും കെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ വളരെ വിഷമവും ദുഃഖവും ഉണ്ടായിരുന്നു, എന്നെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ടും അവർ ജീവിതത്തിലേക്ക് അവളെ തിരിച്ചെത്തി. അതിന് വളരെ സന്തോഷമുണ്ട്. അന്ന് ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ വീട്ടിൽ പോകാതെ ഇരിക്കുകയാണ് ഇവിടെ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എടുത്തൊരു തീരുമാനം, അതിലൊരു സന്തോഷമുണ്ടോ? കാരണം ഒരുപാട് അനുമോദനങ്ങളൊക്കെ കിട്ടിയെന്ന് കേട്ടു. അതെ, അതിൽ സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ 2 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ്. കാരണം ഇത് കൂട്ടിയിട്ട് ഇത് ഇപ്പോ 4 പ്രസവം ആയിട്ടുണ്ട്. അപ്പൊ 3-ാമത്തെ പ്രസവം വരെയുള്ള കുട്ടികളെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അത് നോക്കത്തുമില്ലായിരുന്നു. അപ്പം ഈ ഒരു കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെതായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫുഡ് കൊടുക്കുന്ന സമയമാണോ? ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പാല് പൂർണ്ണമായിട്ട് നിർത്തി. ഇപ്പം ബീഫും ചിക്കനും മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത്. ഫുഡ് ഇപ്പൊ നമ്മൾ 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇനി ക്രമേണ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴും നമ്മളത് 2 നേരമായിട്ട് കുറയ്ക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഒറ്റ നേരത്തിലേക്ക് തിരിച്ചു വരും. കുറച്ചുകൂടെ മെച്ചൂർ ആകുമ്പോഴും ഒറ്റ നേരം കൊടുക്കും. അങ്ങനെയാണ്. സാധാരണ വലിയ മൃഗങ്ങൾക്ക് അഡൽറ്റിനെല്ലാം ഒരു ഒറ്റ നേരമേ ഉള്ളൂ. ഇതിപ്പം കുട്ടികൾ ബേബി ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് 3 നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഇങ്ങനെ വലുതാകുന്നതനുസരിച്ച് പിന്നെ ടൈം കുറഞ്ഞു വരും. ഒറ്റ ക്വാണ്ടിറ്റി കൂടിയിട്ട് ടൈം കുറയും. കാരണം ഇറച്ചി കൊടുക്കുന്നതാണ് അതിന് കറക്റ്റ് ഡൈജഷൻ നടക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ അങ്ങനെ കൊടുക്കണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ ചൂട് കൂടുതലാണല്ലോ. അപ്പോ സാധാരണഗതിയിൽ ഈ മ്യൂസിയത്തിലുള്ള അല്ലെങ്കിൽ സൂവിലുള്ള ജീവികൾക്ക് ചൂടിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരൊരു സ്പെഷ്യൽ കെയർ കിട്ടുന്ന ജീവികളാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ കെയറിന്റെ ഇടയിൽ ഈ ഒരു ചൂട് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ട്. ചൂട് പ്രതിസന്ധിയാണ്. പക്ഷെ നമ്മൾ ഇവർക്ക് വേണ്ടി ക്രമീകരിക്കുന്ന റൂമിൽ ഏകദേശം 7-8ഓളം എക്സോസ് ഫാൻ ഉണ്ട്, വലിയ ഫാനുകളുണ്ട്. അത് പോയിട്ട് ഫുള്ള് എ സി ആണ്, എയർ കണ്ടീഷൻ സിസ്റ്റം എല്ലാം ഉള്ളതുകൊണ്ട് ഇവരെ കേസിൽ നമുക്ക് ടെൻഷന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ചൂട് അവരെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ എ സി ഇട്ടാൽ തന്നെ നല്ല കൂളിംഗ് ആണ് ഇതിനകത്ത്. അപ്പൊ എല്ലാ സജ്ജീകരണം ഉള്ള റൂമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യത്തിലൊക്കെ അവർ ഹാപ്പിയാണ്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തില് പരിപാലിക്കാൻ? ഇതില് മെയിനായിട്ട് ഞാനുണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ 2 പേരുണ്ടായിരുന്നു, നബാസും ജിജോയും, പിന്നെ ഒരു നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഒരു ചേട്ടനോട് ഉണ്ടായിരുന്നു, രാജേഷ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്ത് വന്നത്. ഞങ്ങൾ തന്നെയാണ് ഫുൾ ടൈം ഇതിനെ നോക്കിയതല്ല.
കറക്റ്റ് പറയുകയാണെങ്കിൽ? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 98 ദിവസമായി. 98 ദിവസം കൊണ്ട് നമ്മൾ ആ പ്രതിസന്ധി മറികടന്നിരിക്കുകയാണ്. പ്രതിസന്ധി മറികടന്ന് ഇപ്പൊ അവർ ഹെൽത്തിയിൽ എത്തിക്കഴിഞ്ഞു. നേരത്തെ നമുക്ക് സിറ്റുവേഷൻ 1 മാസം വളരെ റിസ്ക് പിടിച്ച കാലഘട്ടമായിരുന്നു. കാരണം പാല് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേറെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ സമയം. ഐസൊലേഷൻ എന്നുള്ളത് മാറിക്കഴിഞ്ഞു. അത് മാറിക്കഴിഞ്ഞു. ഇപ്പൊ അതിൽ നിന്നൊക്കെ അവർ ബെറ്റർ ആയല്ലോ. ബെറ്റർ ആയിട്ട് അവരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലൊക്കെ നിർത്തിയിട്ട് ഇറച്ചിയിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇപ്പൊ നമ്മൾ ഒരു ദിവസം 1 കിലോ ഇറച്ചിയാണ്, ഒരു ദിവസം 1 കിലോ ഇറച്ചി എന്ന ക്വാണ്ടിറ്റിയാണ് ഒരെണ്ണത്തിന് കൊടുക്കുന്നത്. അത് 3 നേരമായിട്ട് അങ്ങനെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഫുഡൊക്കെ എടുക്കുന്നുണ്ടോ? കറക്റ്റ് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല, നിലവിലില്ല. ഫുഡ് കാത്തിരിക്കുക. എന്തോന്ന് ചേട്ടൻ കൊടുത്തോളൂ, ഫുഡ് കൊടുത്തോളൂ, നോക്കിയിരിക്കുന്നു. ഫുഡ് കൊടുക്കുന്നതേ ചിക്കൻ മാത്രമാണോ കൊടുക്കുന്നത്? ഇവർക്കിപ്പം നമ്മൾ കൊടുക്കുന്നത് ചിക്കനും കൊടുക്കുന്നുണ്ട്, ബീഫും കൊടുക്കുന്നുണ്ട്, പിന്നെ ബീഫിന്റെ ലിവറും കൊടുക്കുന്നുണ്ട്. ഇത് 3 കൂടെ ആനുപാതികമായി മിക്സ് ചെയ്ത് ഓരോ ടൈമിന് കറക്റ്റ് ആക്കിയിട്ടാണ് 3 നേരം നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസത്തേക്ക് 1 കിലോ ഇറച്ചി. ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടും? ഇല്ല, നമ്മളിപ്പോ ബോൺലെസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എല്ല് കൊടുക്കുന്നത് കാണാലോ പൊതുവെ. അങ്ങനത്തെ എല്ല് കൊടുക്കാം നമുക്ക്. ഇപ്പൊ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ എല്ല് കൊടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ല് ചിലപ്പോൾ കടിച്ച് വിഴുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ടയിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 1-2 മാസത്തോടെ കഴിയുമ്പോൾ കുറേശ്ശെ നമ്മൾ ചിക്കന്റെ ബോൺ ആദ്യം കട്ട് ചെയ്തിട്ട് കൊടുത്ത് ശീലിപ്പിക്കും. അത് കഴിയുമ്പോഴാണ് വലിയ ബോണുകൾ കൊടുക്കും. ഇപ്പൊ തൽക്കാലത്തേക്ക് ബീഫിന്റെ ബോൺ ഇത്തിരി വലുത് കൊടുക്കും. അതാകുമ്പോൾ കടിച്ച് വിഴുങ്ങാൻ പറ്റത്തില്ല. കുറച്ച് കടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ കുറച്ച് മീറ്റും കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി മെഡിസിന് ഇതിന് ഏകദേശം 2 മാസമൊക്കെ നമ്മൾ കഴിഞ്ഞപ്പോൾ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. വാക്സിനേഷൻ കഴിഞ്ഞതിന്റെ ബൂസ്റ്ററും കഴിഞ്ഞായിരുന്നു. ഇനി 6 മാസത്തിലുണ്ട് വാക്സിനേഷൻ. ഇപ്പൊ ഏകദേശം 12 കിലോയൊക്കെ വെയിറ്റ് ഉണ്ടാവും. നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും. ഇതിന്റെ നമ്മളിപ്പോ ഓരോ മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യും. വെച്ച് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്, ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രോമം മാറിയിട്ട് കളറിന് ചേഞ്ച് ഉണ്ടാവും. ഇപ്പോഴുള്ള ബേബി ഹെയർ അല്ലേ ഇത്, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പോയിട്ട് വേറെ രോമം വരും. പിന്നെ അടുത്തൊരു വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും ഇതുപോലെ ഹെയർ പോയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് വർഷങ്ങൾ ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ കളറിന് ഡിഫറൻസ് വരും. അവര് പുതിയ ആൾക്കാരെ കാണുന്ന സമയത്ത് അവര് ശ്രദ്ധിക്കും പുതിയ ആൾക്കാരെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വലുതായി വരുന്നതനുസരിച്ച് ഇതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്വഭാവം മാറും. ഇല്ല, ഇനി അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനി അവരെ കൂട്ടത്തിലിടാനൊന്നും പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇടാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവര് ഉപദ്രവിക്കും ഇട്ട് കഴിഞ്ഞാൽ. അവർക്ക് അറിയാൻ പറ്റും, എന്നാലും അവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഇവരെ ബോഡിയിലെല്ലാം നമ്മുടെ സ്മെല്ലായിരിക്കും ഉള്ളത്, ശരീരത്തിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അവർ തീരെ അടുപ്പിക്കത്തില്ല, അവരെ നോക്കത്തില്ല. ഇവരിത് കളിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് ട്രെയിൻ ചെയ്യുന്നതാണ്. സ്വയം ഇവർ വേട്ടയാടി ഭക്ഷിക്കുന്ന ജീവനുണ്ട്. ഇവരിങ്ങനെ കളിച്ച് ഇവർ സ്വയം ട്രെയിൻഡ് ആവേണം. സ്വയം ട്രെയിൻഡ് ആവേണം.
കുളിപ്പിക്കും. ഒരാഴ്ച 2 പ്രാവശ്യം കുളിപ്പിക്കും. ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്. സൗണ്ടിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വേറൊരു സൗണ്ട് ആയിരിക്കും, നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ സൗണ്ട് ചേഞ്ച് ആകത്തില്ലേ? അതുപോലെ ഇവരിപ്പോ കുഞ്ഞാണ്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടേതായ കരച്ചിൽ അങ്ങനത്തെ ശബ്ദമേ ഇവർക്കുള്ളൂ. പക്ഷെ ഇവരിന്ന് ഈ 1 വയസ്സ് 2 വയസ്സാകുമ്പോൾ ഇവരെ ഈ ദേഷ്യം വരുമ്പോഴുള്ള സൗണ്ടിനൊക്കെ ഗൗരവം അമർച്ച, അതായത് സൗണ്ട് കൂടി വരും. പിന്നെ ആണിനെ സംബന്ധിച്ച് അവർ 3 വയസ്സാക്കാൻ മെച്ചൂറായി തുടങ്ങും. എന്നാൽ ഒരു 4-5 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഗർജിക്കാൻ തുടങ്ങും. അത് അവരാ ഒരു നമ്മുടേതായ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അവരാ സമയമാകുമ്പോൾ അവരാ ഇതിലോട്ടെത്തും, പ്രായത്തിലെത്താൻ മാറ്റം. അതായത് സിംബയുടെയും സൂര്യയുടെയും അച്ഛനും അമ്മയാണ് ഈ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് അച്ഛനും അമ്മയാണ്, ലിയോ, നൈല. നമ്മളതിനെ സ്നേഹത്തോടെ വിളിക്കുന്ന ഹൃദിക എന്നും കാർത്തി എന്നും കൂടെ വിളിക്കും. കാരണം അതിന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു പേര്, മറ്റേ റെക്കോർഡിക്കൽ നയമല്ല, അത് വിളിച്ചു കഴിഞ്ഞാൽ അത് വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ പേരും കൂടെ ഇട്ടാണ് വിളിക്കുന്നത്. നമ്മളെ ഈ കുഞ്ഞുങ്ങളുടെ വാർത്ത ഇട്ടപ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ അച്ഛനും അമ്മയും എന്താ അതിനെ തിരിഞ്ഞു നോക്കാത്തതെന്ന്. ശരിക്കും എന്താ തിരിഞ്ഞു നോക്കാത്തത്? അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്തതല്ല, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിനകത്ത് അതിന് കയറ്റി അടയ്ക്കുമ്പോൾ, അത് നമ്മളെ പ്രസവ റൂമിലേക്ക് കയറ്റി അടയ്ക്കുന്ന സമയത്ത് അതിന് സ്പേസ് കുറവായിരിക്കും. ആ സ്പേസ് കുറയുന്ന സമയത്ത് അത് അങ്ങോട്ട് ഒരു നടന്ന് പോകുന്ന ഒരു ഇതാണ്. ആ സമയത്ത് അത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് കാട്ടിനകത്ത് സാധാരണ വലിയൊരു ഏരിയക്കകത്താണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പോൾ ആ കുറഞ്ഞ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും അതിനകത്തേക്ക് എന്നെപ്പോലുള്ളത് കീപ്പർമാർ ആരെങ്കിലും പോകുമ്പോഴും അതിനൊരു സുരക്ഷിതത്വം തോന്നില്ല. കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിതത്വം അതിന് തോന്നില്ല. അതുകൊണ്ടാണ് അത് കുഞ്ഞുങ്ങളെ നോക്കാത്തത്. അപ്പൊ അത് സാധാരണ കടിച്ചു കൊല്ലുന്നത് അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഇവരുടെ ചവിട്ട് കൊണ്ടാണ് അത് പോകുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഒരു പരിപാലനം? എങ്ങനെയാണ് ഇപ്പോ ആരോഗ്യസ്ഥിതി ഒക്കെ ഓക്കെ ആണോ രണ്ടുപേരും? വളരെ മെച്ചമാണ്. രണ്ടുപേരും അടുത്ത് മാറ്റിങ്ങിന് വിടേണ്ട സമയമായി വരുന്നുണ്ട്. 3 മാസം കഴിയുമ്പോൾ വീണ്ടും അവരെ ഒന്നിച്ചു വിടാനാണ് തീരുമാനം. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച്, മേലെ നിന്നുള്ള സൂപ്രണ്ടിന്റെ മറ്റുള്ളവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. എങ്ങനെ ഇവരെ ഒരു പരിപാലനം എങ്ങനെയാണ്? ഇപ്പോ ഈ കുളിപ്പിക്കുന്നതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത്, ഇവരെ കുളിപ്പിക്കേണ്ടി നമുക്ക് പെട്ടെന്ന് കുളിപ്പിക്കേണ്ടി വരില്ല. കടുവകളെ പോലെ അല്ല. ഇവർക്ക് പെട്ടെന്ന് നമുക്ക് അത്രയും തണുപ്പ് വേണ്ടി വരില്ലെങ്കിലും കുളിക്കുന്ന സമയത്ത് അകത്തേക്ക് ചിലപ്പോഴേ വരാറുള്ളൂ. ഇതിനകത്ത് സ്പ്രിംഗ്ലർ ഓണാക്കി ഇടും, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ആ സമയങ്ങളിൽ നമുക്ക് ഓണാക്കി ഇട്ടിട്ട് ചെയ്യാൻ കഴിയും. ഈ കൂടിനകത്തുള്ള ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കാരണം ഇവിടെ ധാരാളം മരങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്പ്രിംഗ്ലർ ഓണാക്കുമ്പോൾ ചെടികൾ ഇതിലെല്ലാം നനഞ്ഞിട്ട് ഒരു നല്ല തണുപ്പ് കിട്ടാറുണ്ട്. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. മെയിലും ഫീമെയിലും നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. രണ്ടുപേരും നല്ല ആക്റ്റീവാണ്. ചേട്ടന് ഇതിനെങ്ങനെ പരിപാലിക്കുമ്പോ തോന്നുന്നൊരു ഫീൽ എന്താണ്? ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഇവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ക്യാമറമാൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ബോറടിക്കത്തില്ല, ഒരു മറ്റു ജോലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലിയല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു ജോലി? വളരെ സന്തോഷമാണ് ഈ ജോലി ചെയ്യാൻ. കാരണം കുട്ടിക്കാലത്ത് മുതലേ നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ കാണുകയും വനത്തിൽ കൂടുതലായിട്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ പഠിച്ചവര് വനത്തിനകത്ത് താമസിക്കുന്നവർ, ട്രൈബ്സിനകത്തുള്ള ആൾക്കാർ കുറേ പേരുണ്ട്. എൻ്റെ ഞാൻ ട്രൈബൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ആ ട്രൈബൽ മീനാങ്കലിൽ ആ ട്രൈബൽ ഏരിയ പേപ്പാറോട്ട് വരുന്ന ഭാഗത്ത് അവരുടെയൊക്കെ വീടുകളിൽ പോകുന്ന സമയത്ത് ഈ വന്യമൃഗങ്ങളെ കാണാറുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അവിടെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചവർ ആഴ്ചയിൽ 1 ദിവസമൊക്കെ സ്കൂളിൽ വരാൻ പറ്റുള്ളൂ. കാരണം വരുന്ന വഴിയിൽ ആനയോ കാട്ടുപോത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് അവർ വരാതിരിക്കും. അപ്പൊ ഇങ്ങനെ വല്ലപ്പോഴും ഒരു ദിവസം അവരെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അന്ന് ആകാംക്ഷയോടെയാണ് ഇതിനെ കാണുന്നത്. തിരിച്ച് ഇവിടെ നമ്മൾ കിട്ടിയപ്പോൾ എല്ലാ ജീവിയും നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നു. നമ്മുടെ എന്ത് ബുദ്ധിമുട്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതില്ല. നമ്മൾ ഫുൾ എൻജോയ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. പേടി തോന്നാറുണ്ടോ ഇവരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നവരൊക്കെ? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ നമുക്ക് ഒരു ഭയം തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ചെറിയൊരു എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നമുക്കത് മാറിക്കും. നമുക്കിപ്പോ എന്തും ചെയ്യാമെന്നുള്ളത്. കാരണം അതുമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് ഇത് ഇടപഴകി നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളെ കുട്ടികളാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ? ഉണ്ട്. നമുക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ട്. നമ്മൾ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. നമ്മുടെ മക്കളെ വിളിക്കുന്നവരെയാണ് ഞാൻ പലപ്പോഴും, ഞാനെന്നല്ല ഇവിടെ പലരും വിളിക്കുന്നത്, മക്കളെ മോനെന്ന് വിളിക്കാറുണ്ട്. അതങ്ങനെയാണ്.
വളരെ സന്തോഷം. വളരെ സന്തോഷമാണ്. എല്ലായ്പ്പോഴും നമുക്ക് അനിമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അംഗമാണ്. അത് തന്നെ. പ്രതിക 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 എണീ.